കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററാണ്. ദാറ്റ് ഈസ് എ ടേണറി ഓപ്പറേറ്റർ പെയർ. ഇതുവരെ പഠിച്ച ഓപ്പറേറ്റേഴ്സ് പോലെയല്ല കണ്ടീഷണൽ ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് എ ടേണറി ഓപ്പറേറ്റർ. ടേണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്ററാണ്. ആൻഡ് ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ പെയർ. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേയും പഠിച്ച ഓപ്പറേറ്റേഴ്സൊക്കെ കൊണ്ട് ഓരോ ഓപ്പറേറ്റേഴ്സിന് 2 സിമ്പിൾ ചിലപ്പോൾ അതിനകത്തുണ്ടാകും, പക്ഷെ അതൊരു സിംഗിൾ ഓപ്പറേറ്ററാണ്. ഇവിടെ ഒരു ഓപ്പറേറ്റർ പെയറാണ് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ. അത് നേരത്തെ നമ്മൾ എന്താ പറയുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് 2 സിമ്പിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരൊറ്റ ഓപ്പറേറ്ററാണ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ എന്ന് പറയുന്നത് 2 പ്ലേസസിലിരിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ആണ് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് എൻ ടേണറി ഓപ്പറേറ്റർ പെയർ എന്ന് പറഞ്ഞു. ഇത് 3 ഓപ്പറാൻഡ്സ് ഉണ്ട്. വിച്ച് ഫോം എക്സ്പ്രഷൻസ് ഓഫ് ദി ഫോം എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനും ഒരുമിച്ചല്ല വരുന്നത്. ഒരു എക്സ്പ്രഷൻ എഴുതും, ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, സെക്കൻഡ് എക്സ്പ്രഷൻ കോളൻ, ദെൻ തേർഡ് എക്സ്പ്രഷൻ സെമി കോളൻ എന്നുള്ള രീതിയിലാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുമ്പോൾ അവിടെ ഒരു സെമി കോളൻ വരും. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആവണമെന്നില്ല, ഇത് വേറൊരു എക്സ്പ്രഷൻ്റെ പാർട്ടായിട്ടും വരാം കേട്ടോ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അവിടെ ഒരു സെമി കോളൻ വരും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ്പ്രഷൻ 1 ഇസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. അതിനുശേഷം എക്സ്പ്രഷൻ 1 എന്ന് പറഞ്ഞാൽ നോർമലി ഒരു റിലേഷണൽ എക്സ്പ്രഷനോ ലോജിക്കൽ എക്സ്പ്രഷനോ ഒക്കെ ആയിരിക്കും. അതൊരു കണ്ടീഷനായിട്ടാണ് സാധാരണഗതിയിൽ നമ്മളത് എഴുതാറ്. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എക്സ്പ്രഷൻ 1 ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഇനി എക്സ്പ്രഷൻ 1ൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും. എക്സ്പ്രഷൻ 1ൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഈ എക്സ്പ്രഷൻ 1 എന്തായാലും ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ എക്സ്പ്രഷൻ 2, എക്സ്പ്രഷൻ 3 ഇതിലേതെങ്കിലും ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യൂ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് എക്സ്പ്രഷൻ 1. അപ്പോൾ എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൊത്തം ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ്. ഇനി എക്സ്പ്രഷൻ 1 ഫോൾസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏതാണ് ഇവാലുവേറ്റ് ചെയ്യുക? എക്സ്പ്രഷൻ 3 ആണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊത്തം കണ്ടീഷണൽ ഓപ്പറേറ്റർ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 3 ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ a = 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. a എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റിജർ വേരിയബിളാണ്, അതിനകത്ത് 25 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചു. b എന്ന് പറഞ്ഞ ഇൻറ്റിജർ വേരിയബിളിനകത്ത് 30 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചു. ഇനി ഇവിടെ ഒരു കണ്ടീഷണൽ എക്സ്പ്രഷൻ എഴുതിയിരിക്കുകയാണ്. a ഗ്രേറ്റർ ദാൻ b ക്വസ്റ്റ്യൻ മാർക്ക് a കോളൻ b. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a ഗ്രേറ്റർ ദാൻ b ആണ് എക്സ്പ്രഷൻ 1. ദെൻ എക്സ്പ്രഷൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a എന്ന് പറയുന്നതാണ്. അതായത് ക്വസ്റ്റ്യൻ മാർക്കിനും കോളനും ഇടയ്ക്ക് വരുന്ന എക്സ്പ്രഷനാണ് എക്സ്പ്രഷൻ 2. അപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ 2 എന്ന് പറഞ്ഞാൽ അത് a ആണ്. ദെൻ എക്സ്പ്രഷൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളന് ശേഷം വരുന്ന എക്സ്പ്രഷൻ അത് b ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ആദ്യം എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്യുക, അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യുക. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുക, a ഗ്രേറ്റർ ദാൻ b. a 25 ആണ്, b 30 ആണ്. a ഗ്രേറ്റർ ദാൻ b എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ്റെ റിസൾട്ട് 0 ആണ് കിട്ടുക. കാരണം a ഗ്രേറ്റർ ദാൻ b അല്ല, അത് ഫോൾസ് ആണ്. അപ്പോൾ a ഗ്രേറ്റർ ദാൻ b ഫോൾസ് ആയതുകൊണ്ട് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? എക്സ്പ്രഷൻ 3 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എക്സ്പ്രഷൻ 3യുടെ സ്ഥലത്ത് എന്താ കിടക്കുന്നത്? b ആണ് കിടക്കുന്നത്. bയുടെ വാല്യൂ എന്താണ്? 30. അപ്പോൾ നമ്മുടെ ഈ മൊത്തം എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. കാരണം എന്താണ്? ആദ്യം a ഗ്രേറ്റർ ദാൻ b ഇവാലുവേറ്റ് ചെയ്തു, അത് ഫോൾസ് ആയതുകൊണ്ട് എക്സ്പ്രഷൻ 3 ഇവാലുവേറ്റ് ചെയ്തു. എക്സ്പ്രഷൻ 3യുടെ വാല്യൂ 30 ആണ്. അതുകൊണ്ട് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 30 ആണ്. അപ്പോൾ നമ്മൾ l = എന്ന് പറഞ്ഞിട്ടാണ് ഈ എക്സ്പ്രഷൻ കൊടുത്തത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 30 ആയിരിക്കും. അതായത് ഈ 2 നമ്പറിനകത്തുള്ള ലാർജസ്റ്റ് നമ്പറിനെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് 1 ഗ്രേറ്റർ ദാൻ സെക്കൻഡ് 1 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഫസ്റ്റ് നമ്പറാണ്. ഫസ്റ്റ് നമ്പർ ലെസ് ദാൻ സെക്കൻഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് സെക്കൻഡ് നമ്പറാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ലാർജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. ഇനി ഇതിന് പകരം a = 10, b = 5 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തായിരിക്കും? a ഗ്രേറ്റർ ദാൻ b ആണോ നോക്കി, ആണ്, ട്രൂ ആണ്. അപ്പോൾ ഏതാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഫസ്റ്റ് എക്സ്പ്രഷൻ, അതായത് a. അപ്പോൾ 10 ആയിരിക്കും ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ. അപ്പോൾ a = 10ഉം b = 5ഉം ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്താ വരിക? 10 ആണ് വരിക. അങ്ങനെയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ സിയിലുള്ള ഒരേ ഒരു ടേണറി ഓപ്പറേറ്ററാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സാണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടി വരാറില്ല. റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. ദി മാനിപ്പുലേറ്റ് ഡേറ്റ അറ്റ് ബിറ്റ് ലെവൽ. അതായത് ബിറ്റ് ലെവലിൽ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നോർമൽ കേസിൽ നമ്മൾ ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ മുകളിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. അത് ഇൻറ്റിജർ വാല്യൂസിൻ്റെ മുകളിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ നമ്പറിനെ ബിറ്റ് ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്താൽ, അതായത് നമ്മളതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ അല്ലേ, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ ബിറ്റ് ലെവലിൽ ആണ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ ബിറ്റ് ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഇൻറ്റേർണലി അതിൻ്റെ ബിറ്റ് ലെവലിൽ ഓപ്പറേഷൻസ് ആണ് നടക്കുക. അതിന് വേണ്ടിയിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ബിറ്റ് വൈസ് ആൻഡ്. ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ആമ്പർസാൻഡ് ആണ്. നമ്മൾ ലോജിക്കൽ ആൻഡ് പഠിച്ചു, അവിടെ ഡബിൾ ആമ്പർസാൻഡ് ആയിരുന്നു. അപ്പോൾ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആമ്പർസാൻഡ് ആണ്. ബിറ്റ് വൈസ് ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ വെർട്ടിക്കൽ ബാറാണ്. ഇത് ലോജിക്കൽ ഓർ 2 വെർട്ടിക്കൽ ബാറായിരുന്നു, ബിറ്റ് വൈസ് ഓർ ആണ് സിംഗിൾ വെർട്ടിക്കൽ ബാർ. ദെൻ ബിറ്റ് വൈസ് നോട്ട് ഓർ ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്, അതാണ് ടിൽഡ്. ടിൽഡ് എന്നാണ് ഈ ഓപ്പറേറ്റർ എന്ന് പറയുക. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ടിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് വൈസ് നോട്ടാണ്. ഈ ബിറ്റ് വൈസ് എന്താണെന്നുള്ളത് എക്സാമ്പിൾ വയ്ക്കുമ്പോൾ മനസ്സിലാവട്ടെ. നോട്ട് ഓപ്പറേഷൻ, അതിനാണ് ടിൽഡ് യൂസ് ചെയ്യുക. ദെൻ ക്യാരറ്റ് സിമ്പിൾ. ക്യാരറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേഷനാണ്, എക്സ്ക്ലൂസീവ് ഓർ ആണ്. ദെൻ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ 4 ഓപ്പറേറ്റേഴ്സ്. ഇത് 4 നമ്മുടെ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പറയാം കേട്ടോ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ആൻഡ് ഓർ നോട്ട് എക്സോർ ഒക്കെ. ഇത് ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഇത് ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സുമാണ്. ഇനി ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയണതാണ് എന്താണ് ലോജിക് ആൻഡ് ഓർ നോട്ട് എക്സോർ എന്നൊക്കെ. അപ്പോൾ അത് ബിറ്റ് ലെവലിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഇതെല്ലാം ബിറ്റ് വൈസ് ആൻഡും ഓറും എക്സോറും ഒക്കെ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. അതായത് 2 ഓപ്പറാൻഡുള്ള ഓപ്പറേറ്റേഴ്സാണ്. ബിറ്റ് വൈസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണറി ഓപ്പറേറ്ററാണ്. നേരത്തെ ലോജിക്കൽ നോട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പറാൻഡേ ഉള്ളൂ. അപ്പോൾ അതിലെ ഓപ്പറാൻഡ്സ് 2 ഓപ്പറാൻഡ്സ് ഉണ്ട്. അത് ഈ 2 ഓപ്പറാൻഡും കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. 0 0 ആണെന്നുണ്ടെങ്കിൽ ആൻഡിൻ്റെ റിസൾട്ട് 0 ആണ്, ഓറിൻ്റെ റിസൾട്ട് 0 ആണ്. ഇനി ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ നോട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് 0യുടെ നോട്ട് 1 ആണ്. ദെൻ എക്സോർ 0 0 ആണെങ്കിൽ എക്സോർ 0 ആണ്. ദെൻ 0 ആൻഡ് 1 ആണ് നമ്മുടെ ഓപ്പറാൻഡ്സ് എന്നുണ്ടെങ്കിൽ ആൻഡ് 0 ആണ്, ഓർ 1 ആണ്. അതായത് ഏതെങ്കിലും ഒന്ന് 1 ആയിട്ടുണ്ടെങ്കിൽ ഓർ 1 ആണ്. ഇനി അതിൻ്റെ ഫസ്റ്റിൻ്റെ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. 0യുടെ നോട്ട് 1 ആണ്. ഇനി 0 1ൻ്റെ എക്സോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അത് കഴിഞ്ഞ് അടുത്തത് 1 0. 1 0 വരികയാണെങ്കിൽ ഒന്ന് 0 വന്നതുകൊണ്ട് ആൻഡ് 0 ആണ്. ദെൻ ഒരു ഓപ്പറാൻഡ് 1 1 വന്നതുകൊണ്ട് ഓർ 1 ആണ്. ദെൻ ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ നോട്ട്, അതായത് 1ൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ദെൻ 1 0യുടെ എക്സോർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ 1 1 1 1 വരുന്ന സമയത്ത് ആൻഡും 1 ആണ്, ഓറും 1 ആണ്. ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ നോട്ട് എഴുതുകയാണെങ്കിൽ 1ൻ്റെ നോട്ട് 0 ആണ്. ദെൻ 1 1ൻ്റെ എക്സോർ 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ്, ബിറ്റ് ലെവലിലുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിനകത്ത് വരിക നോക്കാം. ഞാനിപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. x = 13, y = 25, z = x ആൻഡ് y എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി zൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക നോക്കാം. അപ്പോൾ ഇത് ബിറ്റ് ലെവലിലാണ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇതിന് ബിറ്റ് ലെവലിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനാണ് നോക്കേണ്ടത്. x = 13 എന്ന് പറഞ്ഞതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരിക. അതായത് ഇൻറ്റിജറാണ്, ഇൻറ്റിജർ 16 ബിറ്റാണ് എടുക്കുക എന്നുള്ള അസംഷനിൽ ഞാൻ 16 ബിറ്റ്സ് എഴുതിയെന്നുള്ളൂ. അപ്പോൾ എക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരിക. 16 ബിറ്റ്സ് വെച്ചിട്ട് 13 റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 4 ബിറ്റിലേ വാല്യൂ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 13ൻ്റെ റെപ്രസെൻറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് y = 25. അപ്പോൾ നെക്സ്റ്റ് വൺ 25ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. ഇനി എക്സ് ആൻഡ് വൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിറ്റ് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള ബിറ്റ്സിൻ്റെ ആൻഡാണ് ചെയ്യുക. അപ്പോൾ ഈ 0 0 ഫസ്റ്റ് പൊസിഷൻ നോക്കുക, 0 0. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ചെയ്യുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് നിന്ന് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റിലേക്കാണ് അത് ചെയ്യാറ് സാധാരണ. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. ഇത് രണ്ടും കൂടെ 0 0 ചെയ്താൽ 0 കിട്ടും. അപ്പോൾ ഇവിടെ വരെയുള്ളതെല്ലാം എന്താണ്, സീറോസ് മാത്രമാണ്. ഇതിൻ്റെ ലാസ്റ്റ് പൊസിഷൻ ഇവിടെ മുകളിലത്തത് എക്സിലൊരു 0യും വൈയിൽ
1 ആണ് വരുന്നത്. പക്ഷേ 0യും 1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ ഇത്രയും പൊസിഷൻ സീറോസ് ആയിപ്പോയി. ഇനി ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഞാനിവിടെ എടുത്തെഴുതാം. 1 1 0 1ഉം 1 0 0 1ഉം ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. 0യും 0യും ആഡ് ചെയ്താൽ 0 കിട്ടും. 1 0 ആഡ് ചെയ്താൽ 0 കിട്ടും. 1 1 ആഡ് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത് 1 0 0 1. അപ്പോൾ ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്ന സെറ്റ്. സെറ്റ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റാണ് കിട്ടുക. അതായത് 1 0 0 1 അതിനകത്തുള്ള ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 9 ആണ്. അപ്പോൾ നമ്മൾ എക്സ് 30യും വൈ 25 ആകുമ്പോൾ നമുക്ക് സെഡ് 9 കിട്ടി. ഈ ഡെസിമൽ വാല്യൂസ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല കേട്ടോ. പക്ഷേ ഈ ഡെസിമൽ വാല്യൂ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരില്ല. എക്സ് 13ഉം വൈ 25ഉം ആയിട്ട് അതിന് ആഡ് ചെയ്തിട്ട് 9 യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും നമുക്ക് സാധാരണഗതിയിൽ വരില്ല. ഇതിന് ഡെസിമൽ വാല്യൂസ് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ ഇത് ചെയ്തത് എന്താണ്, ബിറ്റ് ലെവലിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ആഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ നമുക്ക് പ്രോഗ്രാമിൽ വരില്ല. അപ്പോൾ നമ്മൾ ആൻഡ് സാധാരണ യൂസ് ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലെ ബിറ്റ് 1 ആണോ 0 ആണോ എന്നൊക്കെ അറിയണം. അത് നിങ്ങൾക്കിപ്പോൾ 5th പൊസിഷനിലെ ബിറ്റ് 1 ആണോ 0 ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ 5th പൊസിഷനിലെ ബിറ്റിനെ 1 ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് 1 കിട്ടുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് 1 ആയിരുന്നു, 0 കിട്ടുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് 0 ആയിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ചില ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ നമുക്ക് സാധാരണ ഡെസിമലിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുകയെന്ന് മനസ്സിലാക്കുക. ഇനി ബിറ്റ് വൈസ് ഓറായിരുന്നെങ്കിൽ ഈ ആൻഡിന് പകരം ഇവിടെ ഓറായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കറസ്പോണ്ടിങ് പൊസിഷൻസ് എടുത്തിട്ട് ഓർ ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സാണ് ഇതിൽ പറയാനുള്ളത്. ഷിഫ്റ്റിൽ 2 ഉള്ളത്, ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ്. ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു മൂവ് ബിറ്റ് പാറ്റേൺസ് ഏതർ ടു ദി ലെഫ്റ്റ് ഓർ ടു ദി റൈറ്റ്. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ബിറ്റ് പാറ്റേൺസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, മൂവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, റൈറ്റ് ഷിഫ്റ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. ലെഫ്റ്റ് ഷിഫ്റ്റിൻ്റെ സിൻടാക്സ് ഇങ്ങനെ ആയിരിക്കും. ഓപ്പറാൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ലെസ് ദാൻ ആണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് എൻ. ദെൻ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറാൻഡ് റൈറ്റ് ഷിഫ്റ്റ് എൻ. അപ്പോൾ ഇവിടെ ഒ പി ഇസ് ആൻ ഇൻറ്റീജർ എക്സ്പ്രഷൻ. ഓപ്പറാൻഡ് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും, ഇൻറ്റീജർ വാല്യൂ അല്ലെങ്കിൽ ഇൻറ്റീജർ എക്സ്പ്രഷൻ ആയിരിക്കും. തുടക്കത്തിലേ പറഞ്ഞു ഇൻറ്റീജർ വാല്യൂസിൻ്റെ കൂടെയാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറ്. ആൻഡ് ദാറ്റ് ഇസ് ഇൻറ്റീജർ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് ടു ബി ഷിഫ്റ്റഡ് ആൻഡ് എൻ ഇസ് ദി നമ്പർ ഓഫ് ബിറ്റ് പൊസിഷൻസ് ടു ബി ഷിഫ്റ്റഡ്. അതായത് ഇപ്പോൾ 1 ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സ് ലെഫ്റ്റ് ഷിഫ്റ്റ് 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്താണോ ആ ബിറ്റ് റെപ്രസെൻറ്റേഷനിലെ ബിറ്റ്സിനെ 1 പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഓപ്പറാൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്, ഒരു ബിറ്റ് പാറ്റേൺ ഉണ്ട് അവിടെ. ആ ബിറ്റ് പാറ്റേൺ n പൊസിഷൻസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് n പൊസിഷൻസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് മീനിങ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ y ഇസ് ഈക്വൽ ടു എക്സ് ലെഫ്റ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞു. അതായത് എക്സിൻ്റെ ബിറ്റ് പാറ്റേൺ എന്താണോ ആ ബിറ്റ് പാറ്റേണിനെ ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, എക്സിൻ്റെ ബിറ്റ് പാറ്റേൺ ഇങ്ങനെയാണ്. വെച്ചാൽ എക്സിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. 5നെ നമ്മൾ ഇങ്ങനെയാണ് ബൈനറിയിൽ എഴുതുക. അതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ മൊത്തം ബിറ്റ്സ് ഞാൻ എടുക്കണില്ല, 1 0 1 ആണല്ലോ 5, ബാക്കിയെല്ലാം 0 ആണ്. ഇതിന് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ 3 പൊസിഷനിലാണ് വാല്യൂ ഇരിക്കുന്നത്. ഇതിന് പുറകിലേക്ക് ഇങ്ങനെ കുറേ പൊസിഷൻ ഉണ്ട്, അവിടെയൊക്കെ 0 ആണ്. അപ്പോൾ ഇതിന് ഞാൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1നെ ഇവിടേക്ക് വയ്ക്കണം, അപ്പോൾ ഈ 0നെ ഇവിടേക്ക് വയ്ക്കണം, അപ്പോൾ ഈ 1നെ ഇതിൻ്റെ ബാക്കിലേക്ക് വയ്ക്കണം. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെ അതിൻ്റെ തൊട്ട് പുറകിലേക്ക് വയ്ക്കുക. അപ്പോൾ തൊട്ട് പുറകിലേക്ക് വയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല, അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം 1നെ ഇവിടേക്ക് വെച്ചു, അത് കഴിഞ്ഞിട്ട് 0നെ അതിൻ്റെ തൊട്ട് പുറകിലേക്ക് വെച്ചു, ദെൻ ഈ 1നെ ഇവിടേക്ക് വെച്ചു. അപ്പോൾ റൈറ്റിലൊരു സ്പേസ് വന്നല്ലോ. ബാക്കി ഓരോന്നിനും ലെഫ്റ്റിലേക്ക് ഓരോ പൊസിഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ റൈറ്റിൽ ഒരു പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് വന്നു. ആ വേക്കൻ്റ് ആയി വന്ന പൊസിഷനിൽ എന്ത് ചെയ്യും, നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n പൊസിഷൻസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് n ബിറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. എന്നുവെച്ചാൽ അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവിടെ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് n ബിറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതേസമയം റൈറ്റ് മോസ്റ്റ് n ബിറ്റ്സിനുള്ള പൊസിഷൻ വേക്കൻ്റ് ആവും. വേക്കൻ്റ് ആയ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 1 0 1നെ ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, 1 0 1 0 എന്ന് കിട്ടി. ഇതിൻ്റെ പൊസിഷനിൽ ബാക്കിലേക്ക് കുറേ സീറോസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ 1 0 1 കംപ്ലീറ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 0 1 എന്തായി, 1 0 1 0 എന്നായി. അപ്പോൾ ഈ 1 0 1 എന്ന് പറഞ്ഞാൽ ഇത് 5 ആണ്. 5നെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ 1 0 1 0 കിട്ടി, ഇത് 10 ആണ്.
അതായത് 5നെ ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റാണ് ഉണ്ടായത്. ഇനി ഇതിന് റൈറ്റ് ഷിഫ്റ്റ് നോക്കാം. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പോലെ ബിറ്റ് പാറ്റേൺ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. എത്ര പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ n എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ എക്സ് റൈറ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് 5 ആണ്. റൈറ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റൈറ്റ് സൈഡിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു എക്സ്? 101 ആയിരുന്നു. ഇതിൻ്റെ പുറകിൽ കുറേ 0 ഉണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് നമുക്കൊന്നുമില്ല. ഇത് നമ്മുടെ റൈറ്റ് മോസ്റ്റ് ബിറ്റാണ് ഈ 1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? ഈ 1 പോവും, റൈറ്റിലുള്ള 1 പോകും. നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലെ ഒരു ഡിജിറ്റ് പോകും എന്ന് പറഞ്ഞു. റൈറ്റിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്താൽ റൈറ്റിലൊരു ഡിജിറ്റ് പോകും. അപ്പോൾ നമുക്ക് എന്താവും? ലെഫ്റ്റിലൊരു ഡിജിറ്റ് വേക്കൻ്റ് ആയിട്ട് വരും, ഏറ്റവും എൻഡിൽ. അവിടെ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 101നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10 എന്നാണ് കിട്ടുക. റൈറ്റിലൊരു ബിറ്റ് പോയി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു 0 എക്സ്ട്രാ വരും. 0 പുറകിൽ വന്നാൽ നമുക്ക് ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ 101നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അതാണ് ഇവിടെ എഴുതിയത്. 101നെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 10 കിട്ടി. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 10 കിട്ടി. ഒരു ഡിജിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ 2 ആണ്. അതായത് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? ഇൻറ്റിജർ ഡിവിഷൻ ചെയ്താൽ നമുക്ക് 2 ആണ് കിട്ടുക. ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ മുകളിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു, ഷിഫ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു നമ്പറിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെയാണ്. റൈറ്റ് ഷിഫ്റ്റ് 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെയാണ്. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് 2 ആയിരുന്നു കൊടുത്തതെന്നുണ്ടെങ്കിലോ 2 കൊണ്ട് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത പോലെ വരും. അതുപോലെ റൈറ്റ് ഷിഫ്റ്റ് 2 എന്നാണ് കൊടുത്തിരുന്നതിന് 2 കൊണ്ട് 2 ടൈംസ് ഡിവൈഡ് ചെയ്ത പോലെ വരും. അപ്പോൾ അങ്ങനെയാണ് ഷിഫ്റ്റ് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സൊക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.